കേൾക്കാറുള്ള ഹദീസല്ലേ? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഈ സമുദായങ്ങളുടെ ഒക്കെ ചര്യകളെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ഷിബ്റൻ ബിഷിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ. അറിയാലോ, കൃത്യമായി എന്നർത്ഥം. ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി. ഹത്താ ലൗ ദഖലു ജുഹ്റ ദബ്ബിൻ. അറിയാതെ അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെയോ പാമ്പിന്റെയോ മാളത്തിലേക്ക് പ്രവേശിച്ചാൽ ലദഖൽതുമുഹു, നിങ്ങളും കിടക്കും. എന്നിട്ട് സോറി പറയാലോ. സോറി പറയാൻ, ക്ഷമിക്കണം എന്ന് പറയാൻ എളുപ്പമാണ്. നേതാക്കന്മാർക്ക് അത് പറഞ്ഞാൽ രക്ഷപ്പെടും. പക്ഷെ ഈ പാവപ്പെട്ട സമൂഹമോ, യുവസമൂഹം സാംസ്കാരിക അപചയത്തിന്റെ അതിശക്തമായ നീരാളി പിടുത്തത്തിൽ അമർന്നു കഴിഞ്ഞ ശേഷമായിരിക്കും ഇവര് സോറി പറയുന്നത്. റമളാൻ മാസക്കാലത്ത് ഇവിടെയുള്ള ദൃശ്യമാധ്യമങ്ങളിലൂടെ, ചാനലുകളിലൂടെ റമളാൻ പരിപാടികൾ നടത്തിയ ആളുകൾ, അതിന് സൗകര്യം ചെയ്തു കൊടുത്ത ഇവിടെയുള്ള ചാനലുകൾ, ആ ചാനലിന്റെ എക്സിക്യൂട്ടീവുകൾ, അവരുടെയൊക്കെ കഥ നിങ്ങൾക്കറിയാമോ? എന്തിനായിരുന്നുവെന്ന്? രണ്ട് കാര്യത്തിന്. ഒന്ന്, അവർക്ക് പണം കിട്ടാൻ. രണ്ട്, മുസ്ലിമിന്റെ യഥാർത്ഥ സംസ്കാരത്തിൽ നിന്ന് അവരെ പിന്നോട്ട് കൊണ്ടുപോകാൻ. അതിലവരേറെക്കുറെ വിജയിച്ചു. മുസ്ലിം തറാവി നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ഇരിക്കുക അതിന്റെ മുമ്പിൽ, ഒപ്പന കാണാൻ. ഇസ്ലാമിന്റെ കലയല്ലേ, തനതായ കല അല്ലേ? ഈ തോന്നിയാസം കാണാൻ, ഈ തോന്നിയാസം കണ്ടിട്ട് നമസ്കരിച്ചു വന്നപ്പോൾ ഉണ്ടായ ഈമാനിനെ തകർക്കാൻ, തരിപ്പണമാക്കാൻ പിറ്റേ ദിവസം പിന്നെയും സങ്കടമാണ്. നിങ്ങൾ വായിച്ചിരിക്കും പത്രങ്ങളിലെ വാർത്ത. കേരളത്തിലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് റമളാൻ മാസത്തിലെ എല്ലാ ടാക്കീസുകളും, അധിക ടാക്കീസുകളും അടഞ്ഞു കിടക്കുകയായിരുന്നു. വാർത്ത വായിച്ചപ്പോൾ നമുക്ക് സന്തോഷം തോന്നി. കാരണം എന്താ? ശൈത്താന് ചങ്ങനക്കിട്ട മാസമാണല്ലോ, അടഞ്ഞു കിടക്കണം. പക്ഷേ അത് അടഞ്ഞു കിടന്നത് ഒരു അടയലായിരുന്നില്ല, അതൊരു തുറക്കലുണ്ടായിരുന്നു. അതിന് എന്നാ നമുക്കറിയാലോ, ഒന്നായിരിക്കും തുറക്കാൻ. തിരക്കിയിട്ട് മാപ്പിള ചെറുക്കന്മാര് തിരക്കിയിട്ട് അവസാനം ടിക്കറ്റ് കിട്ടാതെ നിരാശരായി തിരിച്ചു വരുന്ന ചിത്രമാണ് ചാനലുകളിലൂടെ ആളുകളെ ചാനൽക്കാർ കാണിച്ചത്. എവിടെ? പൂട്ടിയിട്ട ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ ടാക്കീസുകളുടെ, സിനിമാ ടാക്കീസുകളുടെയും തിയേറ്ററുകളുടെയും മുമ്പിൽ. ചിന്തിച്ചു നോക്കൂ, എവിടേക്കാണ് നാം ചെന്നെത്തി നിൽക്കുന്നത്? സഹോദരന്മാരെ, നമ്മളാരും കരുതരുത് ഈ മാതിരി പൊന്തി വരുന്ന ഏതെങ്കിലും സാധനങ്ങൾ ഇസ്ലാമിനോടോ മുസ്ലിങ്ങളോടോ ഉള്ള സ്നേഹം കൊണ്ടാണ് എന്ന്. മറിച്ച് അവർ നമ്മെ അതിശക്തമായ രൂപത്തിൽ നമ്മോട് യുദ്ധം ചെയ്യുകയാണ്. കേവലം ആയുധങ്ങളെ കൊണ്ടുള്ള യുദ്ധമാണ് യുദ്ധമെന്ന് നിങ്ങൾ കരുതരുത്. ഏറ്റവും വലിയ യുദ്ധം മസ്തിഷ്ക പ്രക്ഷാളനമാണ്, തലച്ചോറ് കൊണ്ടുള്ള യുദ്ധമാണ്. ഏറ്റവും വലിയ യുദ്ധം ഈ രൂപത്തിലുള്ള മാധ്യമങ്ങളിലൂടെയുള്ള യുദ്ധമാണ്. നമ്മുടെ സംസ്കാരത്തിനെതിരെയുള്ള യുദ്ധമാണ്. അത് നമുക്ക് മനസ്സിലാക്കാനാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മലബാറിന്റെ സിരാ കേന്ദ്രത്തിൽ കഴിഞ്ഞ ഒരു ദിവസം ഒരു വലിയ മുസ്ലിം സമ്മേളനം നടന്നു. ആ മുസ്ലിം സമ്മേളനത്തിൽ പ്രസംഗിച്ച, ആ മുസ്ലിം സമ്മേളനം സംഘടിപ്പിച്ചത് മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനുഷ്യന്മാരെ വേർതിരിക്കുന്നത് ശരിയല്ല, മനുഷ്യന്മാരെ മനുഷ്യന്മാരായി കാണണം എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകൾ. ഒരു ഭയങ്കര സമ്മേളനം, ഭയങ്കര സ്നേഹം, ഒരൊറ്റ ദിവസത്തെ സമ്മേളനം. ആ സമ്മേളനത്തിൽ പ്രസംഗിച്ച ആളുകളൊക്കെ മുസ്ലിം എന്ന് പറഞ്ഞ പദം പറഞ്ഞത് എങ്ങനെയായിരുന്നു അറിയോ? മുസ്ലിമീങ്ങൾ എന്നായിരുന്നു. ഞങ്ങളെ മലപ്പുറം ജില്ലയിലെ സാധാരണ മനുഷ്യന്മാർ, മുസ്ലിങ്ങൾ എന്നും കൂടിയും പറയാതെ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞായിരുന്നു പ്രസംഗിച്ചത്. എന്നിട്ട് ഏറെ രസാവഹമായ ഒരു കാര്യം, ഞാൻ സാംസ്കാരിക വ്യതിചലനത്തിന്റെ യഥാർത്ഥ നാരിഴ വലിച്ചു കീറി കാണിച്ചു തരാം. ആ സമ്മേളനത്തിൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ബാധിച്ച ഏറ്റവും വലിയ പ്രശ്നമായി പറഞ്ഞ ഒന്നെന്തായിരുന്നുവെന്നോ? കേരളത്തിലുള്ള ദേശസാൽകൃത ബാങ്കുകളിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് വായ്പ കിട്ടുന്നില്ല, അത് വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾ പരിശ്രമിക്കും എന്നാണ്. മുസ്ലിമീങ്ങൾ അത് കേട്ടിട്ട് കൈയടിച്ചു. മുസ്ലിമിന് തിരിഞ്ഞോ? ദേശസാൽകൃത ബാങ്കുകളിലെ വായ്പാ സമം എന്താ? നിങ്ങൾ ചിന്തിയൊക്കെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മുസ്ലിം കർഷകർ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയിലെ ചില മലമ്പ്രദേശങ്ങളിലേക്ക് ചെന്നു നോക്കൂ. അവിടെ നിങ്ങൾക്ക് കാണാം ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും സഹകരണ ബാങ്കുകളിൽ നിന്നും കൃഷിക്ക് വേണ്ടിയും വീടുണ്ടാക്കാൻ വേണ്ടിയും ലോണ് വാങ്ങിയിട്ട് പലിശക്ക് മേൽ പലിശ കുന്നുകൂടി അവസാനം കിടപ്പാടം ജപ്തി ചെയ്ത്
കിടപ്പാടം ജപ്തി ചെയ്ത് റോഡരികിൽ കിടക്കുന്ന കുടുംബങ്ങളെ എനിക്കറിയാം. ഞാൻ അഡ്രസ്സ് തരാം, വേണമെങ്കിൽ ചെന്ന് നോക്ക്. കിടപ്പാടം ജപ്തി ചെയ്തിട്ട് റോഡ് സൈഡിൽ കെട്ടിക്കിടക്കുന്ന കുടുംബങ്ങളെ. ഈ സാധനം മുസ്ലിമിന് കിട്ടുന്നില്ല, അത് കിട്ടിക്കണം. അതിന് സമ്മേളനം. എനിക്ക് ആ സമ്മേളനം സംഘടിപ്പിച്ച പ്രസ്ഥാനത്തോടോ അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയ ലൈനിനോടോ ഉള്ള ഏതെങ്കിലും രൂപത്തിലുള്ള എതിർപ്പാണ് ഇത് പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുതേ. അങ്ങനെ ധരിക്കരുത്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടാകരുത്. ഞാൻ പറയുന്നത് മുസ്ലിമിനെ പലിശയിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ് ഇവിടെയുള്ള ദേശസാൽകൃത ബാങ്കുകൾ. അല്ലെന്ന് പറയാൻ നമുക്ക് സാധിക്കും. എന്തുമാത്രം ഇപ്പൊ ഗൾഫിലൊക്കെ മാതിരിയാ നമ്മളെ നാട്ടിലും ലോണിന് വേണ്ടിയുള്ള പരസ്യം വരാൻ തുടങ്ങിയത്. മുമ്പ് ലോണ് കിട്ടാൻ എത്ര സ്ഥലത്ത് കയറി ഇറങ്ങേണ്ടിനി. ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പം വളരെ എളുപ്പമാണ്. നിങ്ങൾ ചെന്ന് 1, 2, 3 ഫോമിൽ ഒപ്പിട്ട് നിങ്ങളുടെ ആധാരം കൊണ്ടുപോയി കൊടുത്ത് നിങ്ങൾക്ക് ലോൺ റെഡിയാ. നമ്മൾ വിചാരിക്കും സത്യം തന്നെയാണ്. കേരളത്തിൽ നിന്ന് വളരെ അറിയപ്പെടുന്ന ഒരു ബാങ്ക് പൂട്ടിപ്പോയി. നിങ്ങളത് വായിച്ചിട്ടുണ്ടാവും വാർത്ത. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, ഒരു ഇന്റർനാഷണൽ ബാങ്ക്. അവർ പൂട്ടിപ്പോകുമ്പോൾ അവരുടെ MD നടത്തിയ ഒരു പ്രസ്താവന, എന്തിനാണ് നിങ്ങൾ പൂട്ടിപ്പോകുന്നത് എന്ന് പത്രക്കാർ അവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് കേരളത്തിൽ ഇത് മഹാനഷ്ടമാണ് എന്നാണ്. ബാങ്ക് ബിസിനസ് ഭയങ്കര നഷ്ടമാണ്. എന്തേ നഷ്ടം എന്ന് ചോദിച്ചാൽ, മറ്റെവിടെയെങ്കിലും പോയി ഈ ബാങ്ക് ബിസിനസ് നടത്തിയാൽ ഇരട്ടിയാണ് ലാഭം. കേരളത്തിൽ 20-30% ലാഭം കിട്ടുന്നുള്ളൂ. എന്ന് വെച്ചാൽ പലിശയുടെ തോത് നമ്മുടെ നാട്ടിൽ തുലവും കുറവാണ് എന്ന് മാത്രം. പക്ഷെ സഹോദരങ്ങളും മനസ്സിലാക്കണം, ഈ ലോണുകളും ഈ തരത്തിലുള്ള പ്രമോഷനുകളും നമ്മളെ കൊണ്ടുപോകുന്നത് ഹറാമായ പലിശ എന്ന നമ്മുടെ സാമ്പത്തിക രംഗത്തുള്ള സംസ്കാരത്തെ മുസ്ലിമിനെ കൊണ്ട് കൃത്യമായി ചെയ്യിക്കുകയാണ്. നമ്മുടെ നാട്ടില് ബിസിനസ് ചെയ്യുന്ന മുസ്ലിം ബിസിനസ്സുകാരെടുത്ത് നോക്കേണ്ടി ആ രംഗത്തുള്ള അവരുടെ സംസ്കാരത്തെ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും. ഈ ഒരൊറ്റ ബിസിനസ്സുകാരന് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാത്ത, ഏറ്റവും ചുരുങ്ങിയത് ഓവർ ഡ്രാഫ്റ്റെങ്കിലും ഇല്ലാത്ത ഒരൊറ്റ ബിസിനസ്സുകാരനും മാപ്പിളമാരുടെ കൂട്ടത്തിലില്ലാത്ത. അത് എന്താ രസം എന്ന് ചോദിച്ചാല്, ഒരുപാട് പണം പൂത്ത് കെട്ടിക്കിടക്കുന്ന കച്ചവടക്കാരൻ പോലും എന്താ പേര് പറയാ, അത് ഇൻകം ടാക്സുകാരെ പേടിച്ചിട്ട് എന്ന്. അള്ളാനെ ആർക്കും പേടിയില്ല. ഇൻകം ടാക്സുകാരെ പേടിച്ചിട്ട് എന്ത് ചെയ്യാണ്, ലോൺ എടുക്കാൻ നിർബന്ധിതനാവുകയാണ്. എന്റെ അടുത്ത് പണമുണ്ട്, പക്ഷെ ഞാൻ പൈസ കൊടുത്ത് വണ്ടി വാങ്ങുന്നില്ല. എന്താ വാങ്ങാത്ത? പൈസ കൊടുത്ത് വണ്ടി വാങ്ങിയാല് ഇൻകം ടാക്സുകാർ പിറ്റേ ദിവസം വന്ന് ചോദിക്കും, സോഴ്സ് ചോദിക്കും. എവിടുന്നാണ്? സോഴ്സ് കാണിക്കാൻ കഴിയാത്തവനാണ് മുസ്ലിം. എന്നിട്ട് അതിനു വേണ്ടി എന്ത് ചെയ്യാ, ബാങ്കിൽ നിന്ന് വണ്ടി ലോൺ എടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇൻകം ടാക്സുകാരനോടുള്ള പേടി പോലും ആരോടില്ല? പടച്ചവനോടില്ല. അള്ളാന്റെ പ്രയോഗ, ജനങ്ങളിൽ നിന്ന് നിങ്ങൾ മറച്ചു വെക്കുന്നു, അള്ളാഹുവിൽ നിന്നോ? ആലോചിച്ചു നോക്കൂ. ഈ രൂപത്തിൽ എല്ലാ രംഗത്തും, ഒരു കലാരംഗത്തോ അല്ലെങ്കിൽ മാധ്യമ രംഗത്തോ മാത്രമല്ല, സാമ്പത്തിക രംഗത്ത് ഇസ്ലാമിന്റെ സംസ്കാരം വളരെ മോശമായിരിക്കുന്നു. ബിസിനസ് രംഗത്ത്, വിനിമയ രംഗത്ത് അതിമോശമാണ്. പ്രത്യേകിച്ച് ഈ എല്ലാവരും കുറ്റം പറയുന്നത്, നമ്മുടെ നാട്ടിൽ സംഭവിച്ച സാമ്പത്തിക അരാജകത്വത്തിന്റെ കുറ്റം എല്ലാവരും പറയുന്നത് സാമ്രാജ്യത്വമാണ് ഉണ്ടാക്കിയത് എന്നാണ്. എല്ലാരും പറയുന്ന കുറ്റം എന്നാലും ഗൾഫിലൊക്കെ വന്ന് എല്ലാവരും സാമ്രാജ്യത്വത്തിന്റെ കമ്പനി തന്നെയാണ് ജോലി ചെയ്യുന്നതും അതിന്റെ ഏജൻസിയും ഒക്കെയാണ്. അതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. ഏത് ഗൾഫ് നാടുകളിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്നുകിൽ അമേരിക്കൻ കമ്പനി, അല്ലെങ്കിൽ UK കമ്പനി, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് കമ്പനി, അല്ലെങ്കിൽ ഹോളണ്ട് കമ്പനി, അല്ലേ? ഈ ആളുകൾ മുഴുവൻ അതിന്റെ പിടിയിലാണ്. ഒന്നുകിൽ അവരുടെ അടിമകളാണ്, അല്ലെങ്കിൽ അവരുടെ ജോലിക്കാരാണ്, അല്ലെങ്കിൽ അവരുടെ ഉൽപാദകരോ ഉപഭോക്തൃതരോ ആണ്, അല്ലേ? എല്ലാവരുമാണ്. പക്ഷെ നമ്മളെ നാട്ടിലേക്കാണ് ചെന്നാലോ സാമ്രാജ്യത്വമാണല്ല. അല്ല, അങ്ങനെ നമ്മൾ പറയേണ്ടതില്ല. നമ്മൾ എന്തിനാണ് സാമ്രാജ്യത്വത്തെ അധിക്ഷേപിക്കുന്നത്? നാം ആദ്യം വിരൽ ചൂണ്ടേണ്ടത് നമ്മുടെ നേർക്കല്ലേ? മുസ്ലിമിന്റെ സംസ്കാരം ഈ രംഗത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാ? നിങ്ങൾക്കറിയാലോ, ആയത്തു ദൈൻ എന്ന് പറഞ്ഞ ആയത്താ. കടവുമായി ബന്ധപ്പെട്ട ആയത്താണ്. വായ്പ എന്നതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള പണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം. ചിന്തിച്ചു നോക്കൂ, ഇസ്ലാമിക പണക്കാർ, സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതിനാരും റെഡിയല്ല. ആ വായ്പക്കാകട്ടെ, കടത്തിനാകട്ടെ, റസൂൽ അതിന് പറഞ്ഞ കൂലിയോ
അതീവ ശ്രേഷ്ഠമാണ്. നിങ്ങൾ ധർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരാൾക്ക് വായ്പ കൊടുക്കുന്നത്. പക്ഷെ ആരും റെഡിയല്ല. എന്തിനാ നമ്മൾ സാമ്രാജ്യത്വത്തിനെതിരെ വിരൽ ചൂണ്ടുന്നത്? അല്ലെ? പലിശക്കെതിരെയും പലിശ മൂലമുണ്ടായ അനാവശ്യ പ്രശ്നങ്ങൾക്കെതിരെയും ഒക്കെ സമരം ചെയ്യുന്ന മുസ്ലിം സംഘടനയിലെ ചെറുപ്പക്കാരുണ്ട്. അവരും സാമ്രാജ്യത്വമാണ് ഇവിടെ പലിശ സംസ്കാരം കൊണ്ടുവന്നത്. അല്ല, മുസ്ലിമിന്റെ സംസ്കാരത്തിൽ നിന്നകന്നു. മുസ്ലിമിന്റെ സംസ്കാരമായിരുന്നു വായ്പാ സംസ്കാരം. അതിൽ നിന്നകന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പലിശയുടെ അടിമകളായി, പലിശയുടെ പിടുത്തത്തിൽ നമ്മൾ പെട്ടു. വളരെ മെല്ലെ പറയേണ്ട ഒരു കാര്യമുണ്ട്. സ്വകാര്യം, പറ്റുമെങ്കിൽ ഈ മൈക്ക് ഓഫാക്കി പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ അടുത്തയിടെ വായിച്ചിട്ടുണ്ടാകും, മലപ്പുറം ജില്ലയിൽ ഒരു കച്ചവടക്കാരൻ ആത്മഹത്യ ചെയ്തത്. വായിച്ചിട്ടുണ്ടാവും നിങ്ങൾ പത്രത്തിൽ, അല്ലേ? എൻ്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതനായിരുന്നു അദ്ദേഹം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം മരിച്ചു എന്ന വാർത്ത, അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്ത അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് മരിച്ച 10ാമത്തെ മിനിറ്റിൽ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. വല്ലാത്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം, വല്ലാത്തൊരു മനുഷ്യൻ. ആശയത്തിലും ആദർശത്തിലും ഞാനുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ ആദരവായിരുന്നു. കാരണം എന്താ അറിയോ? നൂറുകണക്കിന് ഇസ്ലാം വിശ്വസിച്ച പുതിയ മുസ്ലിങ്ങൾക്ക് കമ്പനിയിൽ ജോലി എടുക്കുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു, വലിയ മനസ്സുള്ള. അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനേ സാധിച്ചില്ല. പക്ഷേ ആത്മഹത്യ ചെയ്ത ശേഷമാണ് അദ്ദേഹത്തിന്റെ കൂടെ ബിസിനസ് നടത്തിയ അബുദാബിയിലുള്ള ഒരു സുഹൃത്ത് വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ രഹസ്യങ്ങൾ. അപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. ഒരു ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറഞ്ഞ് ഒരു സംഘടനയുടെ വലിയ ആളായിരുന്നു അദ്ദേഹം, റുക്കിനായിരുന്നു അദ്ദേഹം. എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എന്താ സംഭവിച്ചതെന്ന്? ഒരു ഇസ്ലാമിക പ്രസ്ഥാനം പലിശ ആസ്പദമാക്കി, ഇൻട്രസ്റ്റ് എന്ന് പറയാതെ പ്രോഫിറ്റ് എന്ന പേരിൽ ആസ്പദമാക്കി ഒരു ബാങ്ക് ബിസിനസ് തുടങ്ങി. സ്വാഭാവികമായി ആ ബാങ്കിൽ നിന്ന് ഈ കച്ചവടക്കാരൻ കച്ചവടം ചെയ്യാൻ വേണ്ടി ലോൺ എടുത്തു. വ്യാപകമായ രൂപത്തിലുള്ള ബിസിനസ് ശൃംഖലയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എല്ലായിടത്തും കച്ചവടമായി. ഈ പ്രസ്ഥാനം തുടങ്ങിയ, ഇസ്ലാമിക് എന്ന് പരിചയപ്പെടുത്തി തുടങ്ങിയ ബാങ്ക് വായ്പ കൊടുക്കാൻ വേണ്ടി ഒരു സർക്കുലർ പുറത്തിറക്കി. ആ സർക്കുലറിൽ ആവശ്യപ്പെട്ടത്, പ്രധാനപ്പെട്ട പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കച്ചവടക്കാരോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ എത്ര ശതമാനം ലാഭം തരുമെന്ന് എഴുതി അറിയിക്കണമെന്നാണ്. ലാഭം എഴുതി അറിയിച്ച 2 കച്ചവടക്കാരെ, ഇദ്ദേഹമല്ലാത്ത 2 കച്ചവടക്കാരെ എനിക്കറിയാം. അവർക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ബാങ്ക് വായ്പ കൊടുത്തില്ല. ഇദ്ദേഹം മരണപ്പെട്ട ശേഷം ഈ ആളുകൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് അവർ ലോണ് തരാതിരുന്നത് ഇവരും പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരാണ്, ഞങ്ങൾ കൊടുത്തതിനേക്കാൾ ഇരട്ടിയാണ് അദ്ദേഹം എഴുതി കൊടുത്ത ലാഭം എന്നായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഗൾഫിൽ നിന്നൊക്കെ വന്ന ചെല്ലണ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് പണം കൊണ്ടു കൊടുത്തു. എന്താ സുഖമായി മാസാന്തം 1 ലക്ഷം റുപ്യ കൊണ്ടേ കൊടുത്താൽ മാസാന്തം 1500 റുപ്യ വീട്ടിലെത്തി. സമാധാനമായിരുന്നു ആളുകൾക്ക്. പക്ഷെ ഈ മനുഷ്യൻ തീ തിന്നുകയായിരുന്നു. സാമ്പത്തികമായി ഇസ്ലാം കൊണ്ടുവന്ന ഒരു രീതിയെയും സ്വഭാവത്തെയും സംസ്കാരത്തെയും അട്ടിമറിച്ചതിന്റെ ഫലമായി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പത്രത്തിൽ, അദ്ദേഹം അവസാനമായി എഴുതി വെച്ച 2 ആത്മഹത്യാ കുറിപ്പുകൾ ആർക്കായിരുന്നു? കേരളത്തിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പുതിയ അമീറിനും പഴയ അമീറിനുമായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നിങ്ങൾ എന്ത് പരിഷ്കാരത്തിന്റെ പേര് പറഞ്ഞാൽ, ഈ പ്രസ്ഥാനമാകട്ടെ ഏറ്റവും കൂടുതൽ പലിശക്കെതിരെ യുദ്ധം ചെയ്ത പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനമാണ്. പലിശ ഒരു നീരാളിപ്പിടുത്തമാണ് എന്നൊക്കെ പറഞ്ഞ് കാർട്ടൂൺ വരച്ചും തെരുവ് നാടകങ്ങൾ നടത്തിയും ജനങ്ങളെ ബോധവൽക്കരിച്ച പ്രസ്ഥാനം. പക്ഷേ ഖുർആനിന്റെ യഥാർത്ഥ ആദർശത്തിൽ നിന്ന്, സിദ്ധാന്തത്തിൽ നിന്ന് മടങ്ങിപ്പോയതിന്റെ ഫലം സംഭവിച്ചു. ഖുർആന്റെ യഥാർത്ഥ ആദർശം എന്താ? സാമ്പത്തിക രംഗത്ത് വായ്പാ സിദ്ധാന്തമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. അതെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂഹ്. അതാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം. സത്യവിശ്വാസികളെ, നിങ്ങൾ പണം കടം കൊടുക്കണം. കടം കൊടുക്കുമ്പോൾ നിങ്ങൾ കൃത്യമായ അവധി വെച്ച് എഴുതി വെക്കണം. അതാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം.
ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ശ്രമിക്കേണ്ടത്, സാമ്പത്തിക രംഗത്ത് ശ്രമിക്കേണ്ട ഏറ്റവും വലിയ സംഗതി ജനങ്ങൾക്കിടയിൽ വായ്പാ സംസ്കാരം പ്രോത്സാഹിപ്പിക്കലാണ്. അതാണ് അതിന് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ? പറഞ്ഞു കൊടുക്കേണ്ടത് പെർസെന്റേജ് അല്ല. നമുക്ക് തെറ്റിയത് എവിടെയാണ്? നമ്മൾ ഈ നാട്ടിലെ സാധാരണ ബാങ്കുകളെ സാമ്രാജ്യത്വത്തിന്റെ പിടിമുറുക്കത്തിലുള്ള ബാങ്കുകളെ നാം ആസ്പദമാക്കി നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ശതമാനം പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുക്കേണ്ടത് അതായിരുന്നില്ല. പാവപ്പെട്ടവന് വായ്പ കൊടുത്താൽ സദഖയേക്കാൾ പുണ്യമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു എന്ത് ചെയ്യേണ്ടത്? അടിസ്ഥാനമായി സ്വീകരിച്ച്, സിമ്പിളായി സ്വീകരിച്ച് പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ അതിന് സാധിച്ചില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ആർക്കും വിഷമം തോന്നരുത്, ഈ വിഷയം മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. ആരെയും ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെയോ സംസ്കാരത്തെയോ വേദനിപ്പിക്കാനോ പ്രയാസപ്പെടുത്താനോ പറഞ്ഞതല്ല. ചുരുക്കത്തിൽ സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ട കാര്യം, യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കുക, ഈ ഇസ്ലാമിനെതിരെയുള്ള എല്ലാവരും ഒന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അത് ക്രിസ്ത്യാനിയായാലും ജൂതനായാലും ഹിന്ദുവായാലും മതമില്ലാത്തവനായാലും എല്ലാവരും. പക്ഷെ അവരൊന്നും ശ്രമിക്കുന്നത് നമ്മുടെ ഈ പാവം ചെറുപ്പക്കാർ പറയുന്നത് പോലെ മുസ്ലിമിനെ കുത്തി ചോര ചിന്താനേ അല്ല. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അമേരിക്കൻ പടക്ക് ഇറാഖിലെ ആളുകളെ കൊന്നു തീർക്കാൻ വല്ല പ്രയാസമുണ്ടോ? നിങ്ങളെന്തീ പറയണേ? ഫലസ്തീനിലെ ആളുകളെ കൊന്നു തീർക്കാൻ വല്ല ആരെങ്കിലും എതിർക്കോ കൂട്ടരെ? നമുക്കറിയാലോ ഇതുവരെ നടന്ന സംഭവം. ആരെങ്കിലും ലോകത്ത് ഒരു ചെറുവരനക്കും ഫലസ്തീന്റെ മേലെ കൊണ്ടുപോയി ഒരൊറ്റ ബോംബിട്ടാ പോരെ മുഴുവൻ ആളുകളെയും നശിപ്പിക്കാൻ? ആരെങ്കിലും എതിർക്കും? 1-2 ദിവസം വല്ല പ്രകടനമൊക്കെ ഈ നമ്മളെ ദരിദ്ര രാജ്യങ്ങളായ 3ാം ലോക രാജ്യങ്ങളിൽ വല്ല പ്രകടനമൊക്കെ നടക്കുന്നല്ലാതെ ഏറി വന്നാൽ ആ 3ാം ലോക രാജ്യങ്ങളിലെ ഈ എംബസികളുടെ മുമ്പിൽ ഒരു പടക്കം പൊട്ടിക്കും, അല്ലെങ്കിൽ ഇവരുടെ മറ്റേ കോലം കത്തിക്കും. ഇതല്ലാതെ വേറെന്തേ സംഭവിക്കോ? നമുക്കറിയാലോ എന്താ സംഭവിക്കുക. ഇതല്ലേ സംഭവിക്കുള്ളൂ. വേറെ വല്ലതും സംഭവിക്കും? ഒരു കുട്ടി മുണ്ടോ? ധൈര്യമില്ലല്ലോ ആർക്കും സംസാരിക്കാൻ. ഇല്ലല്ലോ, ഉറപ്പല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ഫലസ്തീന്റെ മാത്രം കഥ എടുത്തു നോക്കി. ഈ ഫലസ്തീൻ എന്ന പ്രദേശത്തിന്റെ ചുറ്റുഭാഗവും ജീവിക്കുന്ന ഒരു മാപ്പ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് നിങ്ങൾക്ക് ചുറ്റുഭാഗവും ജീവിക്കുന്ന അറബ് രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ മാത്രം മൂത്രമൊഴിച്ചാൽ ഒഴുകിപ്പോകാനേ ഉള്ളൂ. ആര്? അവിടെ വന്ന ജൂതന്മാര്. അല്ല നിങ്ങൾക്ക് പറയാൻ കഴിയോ? കാരണം കൺവെർഷൻ ഇല്ലാത്ത മതമാണ് ജൂതം. നിങ്ങളാരും മുസ്ലിം ജൂതനാകണമെന്ന് അവർ പറയേയില്ല, ക്ഷണിക്കൂല. വേണ്ടാണ് അവർക്ക്. നിങ്ങളെ പെറ്റ് പെരുകിയെങ്കിലേ ഈ സാധനം ഉണ്ടാവുള്ളൂ. ഒരൊറ്റ ഒന്ന് മതം മാറൂല, പെറ്റ് പെരുകിയെങ്കിലേ ഉണ്ടാവുള്ളൂ. മൂത്രമൊഴിച്ചാൽ ഒഴുകി പോകാനേ ഉള്ളൂ. പക്ഷെ എന്താ സംഭവം? അതല്ല അവർക്ക് ആവശ്യം. അതല്ല. അങ്ങനെ ആരും ധരിക്കണ്ട. ഇവിടുത്തെ ഹിന്ദുവിനോ ഇവിടുത്തെ ക്രിസ്ത്യാനിക്കോ ഇവിടുത്തെ ജൂതനോ ആവശ്യം മുസ്ലിമിന്റെ രക്തമേ അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ആശയം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? ഇസ്ലാമിന്റെ ശത്രുക്കളാ. എന്തിനാ? നമ്മളതിന്റെ പിന്നാലെ കൂടും. എന്നിട്ട് പ്രതിരോധ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി ബാക്കിയൊക്കെ നിൽക്കും. ദഅവത്ത് നിന്നില്ലേ? ഒരു സാധ്യതയില്ലല്ലോ. ഇപ്പോ ഈ പ്രതിരോധ പ്രസ്ഥാനങ്ങൾക്ക് ദഅവത്ത് നടത്താൻ സാധ്യത? ദഅവത്തിനെയാണ് അവർ ഭയപ്പെടുന്നത്. അതിനെയാണ് അവർ ഭയപ്പെടുന്നത്. അവർക്ക് ആവശ്യം നിങ്ങളുടെ ചോരയല്ല, നിങ്ങളുടെ ജീവനല്ല, നിങ്ങളുടെ സംസ്കാരമാണ്. അതിങ്ങനെ ടെലിഫിലിമിലൂടെയോ ടിവിയിലൂടെയോ സീരിയലിലൂടെയോ സ്ക്രീനിലൂടെയോ പത്രങ്ങളിലൂടെയോ മാസികയിലൂടെയോ വീക്കിലിലൂടെയോ ഒക്കെ അവരെന്താക്കും? വാങ്ങും. അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു, ഖദ് ബദത്തിൽ ബഗ്ദാഉ മിൻ അഫ്വാഹിഹിം വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ. ഖദ് ബദത്തിൽ ബഗ്ദാഉ മിൻ അഫ്വാഹിഹിം. അവരുടെ ചില വാക്കുകൾ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് തോന്നും അവർക്ക് ഈ സമൂഹത്തോടുള്ള ദേഷ്യം അല്ലേ? എന്നാൽ വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ. അവരുടെ മനസ്സുകളിൽ അവർ സൂക്ഷിച്ചു വെക്കുന്നത്, ഒരുക്കി വെച്ചിട്ടുള്ളത് ഇതിനേക്കാൾ വലുതാണ്. നമ്മൾ മനസ്സിലാക്കുക സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും കാര്യവും ഇതാണ്. ഈ തരത്തിലുള്ള നമ്മുടെ ഒരു രംഗത്തും നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വിട്ടുള്ള ഒരു കളി നമുക്ക് പാടില്ല. നമുക്ക് നമ്മുടെ ഏതെങ്കിലും ആഘോഷങ്ങൾക്ക് ഈ രൂപത്തിലുള്ള ഒരു വെസ്റ്റേൺ മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടിയോ ഉള്ള ഓർക്കസ്ട്രയുടെ ആവശ്യമില്ല. അത് ഈ തരം ഈ ഇസ്ലാമിന്റെ ശത്രുക്കളുടെയും ശത്രു ലോബികളുടെയും പ്രൊഡക്റ്റ് ആണ്. അത് നമ്മൾ ഉപേക്ഷിക്കണം. ഈ തരം ഒരു സെലിബ്രേഷനുകളോ ആനിവേഴ്സറികളോ നമുക്ക് ആവശ്യമില്ല.
അത് ഇത്തരം ആളുകളുടെ പ്രൊഡക്റ്റ് ആണ്. നമ്മളത് ഉപേക്ഷിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സാമ്രാജ്യത്വ രാജ്യങ്ങളിൽ നിന്ന് വന്ന പേസ്റ്റും ബ്രഷും ഒക്കെ നമ്മൾ എന്താക്കി? ഒഴിവാക്കി, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലേ, നബിയുടെ പേരിൽ ഇവരെന്തോ ഒരു കഥയുണ്ടാക്കി, കാർട്ടൂൺ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് എന്തൊക്കെ ഒച്ചയും ബഹളവും നമ്മൾ ഉണ്ടാക്കി. എവിടെ പോയി ഒച്ച ഉണ്ടാക്കിയാൽ? ഞാൻ അന്നനെ പറഞ്ഞു ഈ പണിക്ക് നമ്മൾ നടക്കണ്ട. ഏത്? ഇവരുടെ പ്രോഡക്റ്റുകൾ ബോയ്ക്കോട്ട് ചെയ്യുകയല്ല വേണ്ടത്, ഇവരുടെ സംസ്കാരം ബോയ്ക്കോട്ട് ചെയ്യുകയാണ് വേണ്ടത്. അത് നമുക്ക് കഴിയുന്നില്ല. ജീവിതം മുഴുവൻ ഇസ്ലാം ചൂഴ്ന്നു നിൽക്കണം എന്ന് പറയുന്ന ആളുകൾക്ക് സ്വന്തം കിടപ്പറക്കുള്ളിൽ പോലും ഇസ്ലാമിന്റെ സംസ്കാരം കൊണ്ടുവരാൻ സാധിക്കാത്ത ശക്തമായ രൂപത്തിലുള്ള സാംസ്കാരിക വ്യതിചലനമാണ് സംഭവിച്ചു. സഹോദരന്മാരെ, നാം തീർച്ചയായും ഭയപ്പെടേണ്ടതുണ്ട്. നാം ശക്തമായി ഭയപ്പെടേണ്ട വിഷയമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഓർക്കേണ്ടത് അല്ലാഹു തആല നമ്മോട് പറയുന്ന വാചകമാണ്, ഫഫിറു ഇലല്ലാഹ് ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ. നമുക്ക് ഈ സമുദായത്തോട് പറയാനുള്ളത് അതാണ്. ഫഫിറു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടുക. ഓടേണ്ടത് ഇതിലേക്കൊന്നുമല്ല. നാം ഏതിന്റെയും മുമ്പിൽ പരാജയപ്പെടുമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. അല്ലാഹുവിലേക്കാണ് നാം ഓടേണ്ടത്. ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ. പ്രവാചകന്മാരകിലം പറഞ്ഞ കാര്യം ഇതാ വളരെ കൃത്യമായ വ്യക്തമായ താക്കീതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത് എന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ജീവിതവും നമ്മുടെ രീതിയും പടച്ചറപ്പുണ്ടാക്കി തന്നത് തന്നെ ആ രൂപത്തിലാണ് എന്ന് നാം മനസ്സിലാക്കണം. മുസ്ലിമായ മനുഷ്യന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് അതിശക്തമായ രൂപത്തിൽ ഇസ്ലാം ഉണ്ടാക്കിയ അടുക്കും ചിട്ടയും അനുസരിച്ചുള്ള രൂപത്തിലും സംസ്കാരത്തിലുമായിരിക്കണം. ഒരു ദിവസം ആരംഭിക്കുന്നത് മുതൽ അങ്ങനെയായിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിനുള്ള സന്ദർഭമാണ്, അവസരമാണ് അല്ലാഹു തആല നമുക്ക് ഓരോ സമയത്തും നൽകിയിട്ടുള്ളത്, അല്ലേ? ആദ്യത്തെ ഫജ്റിന് ബാങ്ക് കൊടുക്കുന്നത് മുതൽ, ഫജ്ർ നമസ്കാരം മുതൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവസാനം കിടക്കപ്പായയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഇശാ നമസ്കാരം വരെ ആ നമസ്കാരങ്ങൾ അഖിലം എന്തിനാണ്? നമ്മെ ശുദ്ധീകരിക്കാനും സംസ്കരിക്കാനുമുള്ളതാണ്. അതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഒന്നാമത്തെ സിമ്പിൾ, നമ്മുടെ നമസ്കാരമാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത എന്ന് പറഞ്ഞ റബ്ബ് തന്നെ പഠിപ്പിച്ചു. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. സകലമാന ധർമ്മങ്ങളും സാംസ്കാരിക ജീർണതകളും കൃത്യമായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് പടച്ചതമ്പുരാൻ അകറ്റുക തന്നെ ചെയ്യും. അല്ലാഹു തആല വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ച വിഷയമാണ് അത് എന്ന് നാം മനസ്സിലാക്കണം. നമസ്കാരത്തെക്കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു പറഞ്ഞത് അതാണല്ലോ. നമസ്കരിക്കാത്ത ആളുകളെ കുറിച്ച്, നമസ്കരിക്കുന്ന ആളുകളെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞത് മനുഷ്യന്മാരുടെ പലതരത്തിലുള്ള ഈ തരം സാംസ്കാരിക ജീർണതകളിലേക്കും വ്യതിചലനങ്ങളിലേക്കും മനുഷ്യൻ അകപ്പെട്ടു പോകുന്ന അവന്റെ മാനസികമായ ടെൻഷനുകളുടെയും അസ്വസ്ഥതകളുടെയും കഥ പറഞ്ഞിട്ട് പറഞ്ഞു, മനുഷ്യന്മാര് മുഴുവൻ അസ്വസ്ഥ ചിത്തരായിരിക്കും ഇല്ലൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവരൊഴികെ. നമസ്കരിക്കുന്നവർക്ക് അത് സംഭവിക്കുകയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതാണ്, ഈ നമസ്കാരമാണ് മുസ്ലിം പാലിക്കേണ്ട ജീവിതത്തിലെ ഒന്നാമത്തെ സംസ്കാരം. അവൻ പഠിച്ചിരിക്കേണ്ട, അവന്റെ ജീവിതത്തിൽ അവൻ ശീലിച്ചിരിക്കേണ്ട ഒന്നാമത്തെ സംസ്കാരവും രീതിയും അതാണ്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ വഇദാ മസ്സഹു ശർറു ജസൂഅ ഇല്ലൽ മുസല്ലീൻ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ ഇല്ലൽ മുസല്ലീൻ. വളരെ കൃത്യമാണ്. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഖലൂഅ, അസ്വസ്ഥ ചിത്തനായിട്ടാണ്. അങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ രൂപം തന്നെ. വഇദാ മസ്സഹു ശർറു ജസൂഅ, അവൻ എന്തെങ്കിലും ആപത്ത് ബാധിച്ചാൽ അവൻ പൊറുതികേട് കാണിക്കും. വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ, നന്മ ബാധിച്ചാൽ അവൻ തടഞ്ഞു വെക്കും. സ്വാർത്ഥനാണ് മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഈ തരത്തിലുള്ള സാംസ്കാരിക ജീർണതയിലേക്ക് പോകുന്നത് അസ്വസ്ഥതയിൽ നിന്നാണ്. പലരും ചോദിക്കാറ്, എന്തിനാണ് നിങ്ങൾ പുകവലിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഒരാശ്വാസമാണ് എന്നാണ്, അല്ലേ? ഒന്ന് പുകവലിച്ചാൽ അതിന് പല പേരുണ്ടല്ലോ, ഞാൻ പറയണ്ട, ആശ്വാസമാണ് എന്നാണ്. എന്നാൽ എന്റെ പൊന്നു സഹോദര, ഈ പുകവലിയിൽ നിനക്ക് വല്ല നന്മയുമുണ്ടോ? എവിടുന്ന്, ആരുടേതാണ് ഈ വന്ന സംസ്കാരം? പുകവലി
നമ്മുടെ ആരെങ്കിലും പുകവലിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും അമ്പിയാക്കന്മാര് പുകവലിച്ച ചരിത്രമുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് സഹോദര, ഈ പുകവലി മുസ്ലിമിന്റെ സംസ്കാരത്തിൽപ്പെട്ടതല്ല, ഒഴിവാക്കണം. അപ്പൊ ആൾക്കാർ പറയണ ഏക മറുപടി, 1-2 പുകവലിച്ചാൽ, ഒന്ന് സ്മോക്ക് ചെയ്താൽ ഒരു തരം ആശ്വാസമാണ്. അല്ല, ആശ്വാസം നമുക്ക് കിട്ടേണ്ടത് ഇല്ലൽ മുസല്ലീൻ, നമസ്കാരത്തിലാണ്. അതാണ് മുസ്ലിമിന്റെ സംസ്കാരം. നിസ്കരിക്കാൻ നിന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പറഞ്ഞില്ലേ, ഇദാ ഹസബഹു അംറുൻ യുസല്ലി, ഒരു പ്രയാസം വന്നാൽ, അസ്വസ്ഥമായ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ 2 റക്അത്ത് നമസ്കരിക്കുക. അതാണ് മുസ്ലിമിന്റെ സംസ്കാരം. മറ്റേക്കൊന്നും നിങ്ങൾ തിരിയരുത്. മറ്റതൊന്നും നമ്മുടെ സംസ്കാരമല്ല. ഈ ആളുകളെ ആരെയും സമീപിച്ചാൽ നിങ്ങളുടെ അസ്വസ്ഥത തീരുകയില്ല. ചാത്തനായാലും മുസ്ലിയാരായാലും മൊല്ലാക്കയായാലും തങ്ങളായാലും ജ്യോത്സ്യനായാലും ആരായാലും തീരും. ഇതൊക്കെ നിഷിദ്ധമാണ്. ഇതൊക്കെ ഇസ്ലാമിക സംസ്കാരത്തിന് അന്യമാണ്. ഇവരെയൊക്കെ അവർക്ക് അദൃശ്യമറിയുമെന്ന രൂപത്തിൽ നിങ്ങൾ സമീപിച്ചാൽ വഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ നിങ്ങൾ നിഷേധിച്ചിരിക്കുന്നു. ശരി, നിങ്ങൾ ആലോചിക്കുക, നിസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തെ അള്ളാഹു സംവിധാനിപ്പിച്ചിട്ടുള്ളത് നമസ്കാരത്തിന്റെ മുമ്പും പിമ്പുമുള്ള ചില കർമ്മങ്ങളിലൂടെയാണ്. മുമ്പുള്ള കർമ്മം നിങ്ങൾക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ച ഹദീസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വുദൂവുമായി ബന്ധപ്പെട്ട ഹദീസ്. മനുഷ്യനെ പടച്ച റബ്ബ് മുഴുവൻ ജീർണതകളിൽ നിന്നും മോചിപ്പിക്കുകയാണ് വുദൂവിലൂടെ ചെയ്യുന്നത്. സഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവല്ലോ, ഹദീസുകൾ വായിച്ച് ആശയം പറയാനുള്ള, അർത്ഥം പറയാനുള്ള സന്ദർഭമില്ല, ഞാൻ ആശയം മാത്രം പറഞ്ഞു പോകട്ടെ. ഓരോ അവയവങ്ങളും കഴുകുമ്പോൾ മനുഷ്യന അവയവങ്ങൾ കൊണ്ട് ചെയ്ത തെറ്റിൽ നിന്ന് മോചിതനാവുകയാണ്. അത് ഓരോന്നും എണ്ണി റസൂലുള്ളാഹി പറഞ്ഞു. കൈ കഴുകിയാൽ, മുഖം കഴുകിയാൽ, നിങ്ങൾ വായ് കൊപ്പിളിച്ചാൽ, കൈ മുഴുവൻ കഴുകിയാൽ, കാല് കഴുകിയാൽ ഒക്കെ സംഭവിക്കുന്ന എന്താ? ആ അവയവങ്ങളെ കൊണ്ട് നിങ്ങൾ ചെയ്ത എല്ലാ അബദ്ധങ്ങളും, ഓരോ റസൂലുള്ളാഹിന്റെ വാചകം, നിങ്ങൾ മുഖം കഴുകുമ്പോൾ ആ മുഖം കഴുകുന്ന വെള്ളം ഒലിച്ചു പോകുമ്പോൾ അതിന്റെ അവസാനത്തെ തുള്ളി ഉണ്ടല്ലോ, അവസാനത്തെ തുള്ളിയിൽ ഒലിച്ചു പോകുന്നത് സാധാരണ വെള്ളമാണ്. അത് നിങ്ങൾ ആ മുഖം കൊണ്ട് ചെയ്ത മുഴുവൻ